ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബാഗിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനിതാ ഞാൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്. നല്ല പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനടിയിൽ ഞാൻ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒപ്പം വെച്ചിട്ട് മടക്കി കൊടുക്കുക. രണ്ടാക്കി മടക്കിയതിന് ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ച് ലെങ്ത് വൈസിലും 3 ഇഞ്ച് വിഡ്ത്ത് വൈസിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ച് കൊടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യം ഈ ഓപ്പണായ ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ലെങ്ത്ത് എടുക്കുന്നത് 5.5 ഇഞ്ചും. 5.5-6 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ലെങ്ത്ത് എടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 2.5 ഇഞ്ച് ഈ സൈഡിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്താണ് അടുത്ത മാർക്കിങ് കൊടുക്കുന്നത്. വിഡ്ത്ത് നമുക്ക് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് അപ്പുറത്തെ സൈഡിലത്തെ പോലെ തന്നെ 6 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും ഒരു ബോക്സ് ആയിട്ട് വരച്ച് കൊടുക്കുക. ഈ 2 സൈഡും ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നല്ല പീസും അടുത്ത നല്ല പീസും ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല പീസും ലൈനിങ് പീസും സെപ്പറേറ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല പീസ് 2 ഭാഗവും ഒരേപോലെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ സൈഡ് യോജിപ്പിക്കാം. ഇതേപോലെ തന്നെ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ് പീസും അടിച്ചു വെച്ചതിന് ശേഷം നമ്മളിതാ ഈ ഒരു കോർണർ ഉണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഈ 2 ഭാഗവും ഈ 2 സ്റ്റിച്ചിങ് എൻഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ഒരു 1/2 ഇഞ്ചിലോ അല്ലെങ്കിൽ 1/4 ഇഞ്ചിലോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ലൈനിങ് പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നല്ല പുറം പുറത്താകത്തക്ക രീതിയിൽ മറിച്ചിട്ട് കൊടുക്കണം. നല്ല പീസ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഹാൻഡിലൊക്കെ ഒരേപോലെ പിടിച്ചിട്ട് പിന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫുള്ള് പിന്ന് കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലൈനിങ് തയ്ച്ചെടുക്കുമ്പോൾ ഈ അടിഭാഗത്തായിട്ട് ഒരു 2-3 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ച്ചെടുക്കാൻ. കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത്. അപ്പോഴാണ് നമുക്കിത്
അകവും പുറം മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പറയാൻ മറന്നുപോയി. ഈ ഹാൻഡിൽ ഭാഗം എന്താ നമ്മൾ ഈ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുത്താൽ മതി. ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കിയാൽ ഇതിങ്ങോട്ട് പുറത്തേക്ക് വരും. ഫുള്ള് മറിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കൈവച്ച് ഒപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഇതിപ്പോൾ മറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കില്ലേ, അതുമാതിരി കട്ട് ചെയ്തിട്ട് മറിച്ചെടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ മറിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് തയ്ച്ചെടുക്കണം. അതല്ലെങ്കിൽ അയൺ ചെയ്തിട്ട് പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ ക്ലോസ് ചെയ്ത് തയ്ച്ചാൽ മതി. രണ്ട് എങ്ങനെയായാലും നിങ്ങളിഷ്ടം പോലെ ചെയ്ത് കൊടുത്തോളൂ. ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തയ്ച്ചതിന് ശേഷമാണ് അയൺ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ തയ്ച്ചെടുക്കുമ്പോൾ മറക്കാതെ ഈ ഒരു ഭാഗം ഓപ്പണിങ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതല്ല ഇപ്പം മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു 2-3 ഇഞ്ചൊന്ന് നൂല് പിടിച്ചെടുത്താൽ മതി. നമുക്കിതൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഒന്ന് ഒപ്പാക്കി വെച്ചിട്ട് ഈ ഹാൻഡിലുകളൊക്കെ ഇതുപോലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അയൺ ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നന്നായി തന്നെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കണം. പിന്നെ ബാക്കി നമുക്ക് തയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് പതിച്ചടിക്കുമല്ലോ, അപ്പോൾ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് തയ്ച്ചെടുക്കാം. നമുക്ക് ഈ ഹാൻഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഒരു സൈഡിലത്തെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഹാൻഡിൽ നമ്മൾ ഈ മടക്കി വെച്ച ഭാഗത്തിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പറയുമ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും, പക്ഷേ ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹാൻഡിൽ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. നമ്മുടെ ക്യൂട്ട് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഒരു പൂക്കൊട്ട പോലെയല്ലേ കാണാൻ. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എളുപ്പമാണ് തയ്ച്ചെടുക്കാൻ. നല്ല സ്പേസും ഉണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ടിട്ടായാലും ബാഗ് കൊണ്ട് നടക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് ബാഗാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഡ്രസ്സിൻ്റെ സെയിം മാച്ചുള്ള തുണി കൊണ്ട് ഇങ്ങനത്തെ ഒക്കെ തയ്ച്ചു കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.